നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരാരായാലും അവരോട് സമാധാനത്തിൻ്റെ ഭാഷയെ സംസാരിച്ചിട്ട് കാര്യമില്ല. അടി കൊടുക്കേണ്ടവിടുത്തെ അടി തന്നെ കൊടുത്തിരിക്കണം. ചിലർ പറയും ഒരു കർണത്ത് അടിച്ചു കഴിഞ്ഞാൽ മറു കർണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ. ഒരു കർണത്ത് അടിക്കുമ്പോൾ മറു കർണം കാണിച്ചു കഴിഞ്ഞാൽ മറു കർണം തല്ലിപ്പൊട്ടിച്ചിട്ട് അവന്മാർ വീട്ടിൽ പോവും. പക്ഷേ ഇത് ഇന്ത്യ. ഇവിടെ ഒരു കർണത്ത് അടിച്ചു കഴിഞ്ഞാൽ മറു കർണത്ത് അടി വീണതിന് മുമ്പ് തന്നെ ആ അടിച്ച കൈ ഒടിഞ്ഞിരിക്കും. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റാനുള്ള ശക്തിയുള്ള ഒരു രാജ്യമായിരുന്നിട്ട് കൂടി ഇന്ത്യ അത് ചെയ്യാതിരുന്നത് സമാധാനം നിലനിർത്താൻ മാത്രമാണ്. പക്ഷെ ഇവന്മാർക്ക് സമാധാനം വേണ്ട, ഇവന്മാർക്ക് അടിക്കണം, ഇവന്മാർക്ക് നമ്മളെ കൊല്ലണം, ഇവന്മാർക്ക് കശ്മീർ വേണം. പണ്ടുള്ള ആളുകൾ പറയും നമ്മൾ മൃഗത്തിനോട് ദയ കാണിച്ചാലും ശത്രുവിനോട് ദയ കാണിക്കരുതെന്ന്. കാരണം നമ്മൾ കാണിക്കുന്ന ആ ദയയിൽ നിന്നും ശക്തി ആർജിച്ച് ഇവൻ കരുത്ത് നേടി നാളെ നമുക്ക് നേരെ തന്നെ വജ്രായുധമായിട്ട് വന്ന് പ്രഹരമേൽപ്പിക്കും. പാകിസ്ഥാൻ എന്ന മൃഗത്തെ ഇന്ത്യ ഓരോ തവണയും ദയ കാണിച്ച് വെറുതെ വിടുമ്പോഴും ശക്തി ആർജിച്ച് വീണ്ടും ഇന്ത്യയുടെ മണ്ണിൽ കയറി വന്ന് ഇന്ത്യക്ക് തന്നെ പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ആയുധങ്ങൾ എടുക്കാൻ മടിച്ചു നിന്ന അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ തൻ്റെ വിരാടമായ രൂപം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. ഹേ അർജുന, സമാധാനം നിലനിർത്താൻ വേണ്ടി നീ നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, എന്നിട്ടും അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് യുദ്ധം വേണം. ഏത് യുദ്ധമാണോ അവർ ആവശ്യപ്പെടുന്നത് ആ യുദ്ധം തന്നെ അവർക്ക് കൊടുത്തേക്ക്. കാരണം ഇനി സമാധാനവും വേണ്ട, കോംപ്രമൈസും വേണ്ട, ഒന്നും വേണ്ട. അടിക്കാനാണ് അവന്മാർ വന്നെങ്കിൽ അവന്മാരങ്ങ് തീർത്ത് വിട്ടേക്കുക. ഇന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ 16ാമത്തെ ദിവസമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ അവന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. നയതന്ത്രപരമായിട്ടാണ് ആദ്യത്തെ തിരിച്ചടി കൊടുത്തതെങ്കിൽ സൈനിക ആക്രമണം വഴിയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ, അതായത് ഈ ഭീകരന്മാർക്ക് ട്രെയിനിങ് കിട്ടിയ 9 സ്ഥലങ്ങൾ ഇന്ത്യൻ ആർമി അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതിശക്തമായ ഷെല്ലാക്രമണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം താൽക്കാലികമായിട്ട് അടച്ച് പൊതുചടങ്ങുകളും പൊതുപരിപാടികളും എല്ലാം താൽക്കാലികമായി റദ്ദാക്കി കനത്ത സുരക്ഷയാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. എല്ലാ ആഘോഷങ്ങളും എല്ലാം മാറ്റിവെച്ച് നമ്മുടെ രാജ്യത്തിനായിട്ട് നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ കാണ്ഡഹാർ ഫ്ലൈറ്റ് ഹൈജാക്കിൻ്റെ സൂത്രധാരനായ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസ്ഹറിനെ ഓപ്പറേഷൻ സിന്ദൂർ വഴി നമ്മുടെ ഇന്ത്യൻ ആർമി പിടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. കാണ്ഡഹാർ ഫ്ലൈറ്റ് ഹൈജാക്കിൻ്റെ ടൈം തൊട്ടേ ഇവനെ നമ്മൾ നോട്ടിട്ട് വെച്ചതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അവന് കൈ കിട്ടിയത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഉപ്പും ചോറും തിന്നിട്ട് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിറയെ വിഷജന്തുക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാത്തിനും തട്ടണം ഞാൻ പറയുകയാണെങ്കിൽ. കാരണം ഇന്ന് നമ്മളെല്ലാം കണ്ണടച്ചിരിക്കുമ്പോൾ, ഇന്ത്യക്ക് ഇത്രയും വർഷമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളെല്ലാം കണ്ണടച്ച് വിട്ട് കളയുമ്പോഴും ഇവന്മാർ പിന്നെയും വന്ന് നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർ നമ്മുടെ രാജ്യത്തുള്ള ഒന്നുകിൽ ഇവന്മാരെല്ലാം തിരിച്ച് ഇവന്മാരുടെ രാജ്യത്തേക്ക് വരണം. അല്ലാണ്ട് ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെയും ബോംബുണ്ടാക്കും, പിന്നെയും പദ്ധതികൾ ആസൂത്രണം ചെയ്യും. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മളെ തകർക്കാനുള്ള എല്ലാ ഇവന്മാരും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹോദരി പറയുകയാണ്, അതായത് അടിക്ക് തിരിച്ചടി വേണോ, നമുക്ക് സമാധാനം പോരെ, ഇതൊക്കെ നമ്മൾ ഈ അടിയും തിരിച്ചടിയായിട്ട് യുദ്ധമൊക്കെ ആയിട്ട് നടക്കണതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയി ചൊറിയാൻ പോയതല്ല. ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള 26 പേരെ ഒരു തെറ്റും ചെയ്യാതെ ഫാമിലിയുടെ കൂടെ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി ചെന്ന 26 ഇന്ത്യൻസിനെ അവരുടെ ബന്ധുക്കളുടെ കൺമുമ്പിൽ വെച്ച് ആണുങ്ങളെ വെടിവെച്ച് കൊല്ലിയത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് പറയുക, നിങ്ങൾ ഇതൊന്ന് മോതിരെടുത്ത് പറയണം, നിങ്ങളെ ഞാൻ കൊല്ലില്ല, നിങ്ങൾ നേരെ ഇത് പോയി മോതിരെടുത്ത് പറയണമെന്ന്. ഒരു തെറ്റും ചെയ്യാത്തവർ. ഇപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കത്തില്ല. നമ്മൾ ഭൂരിഭാഗം പേരും പ്രതികരിക്കത്തില്ല. കാരണം നമ്മൾ പറയും എന്തിനാ വെടിവെക്കണേ, എന്തിനാ കൊല്ലണേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ ഈ മിലിറ്ററിക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്, ഈ ഇന്ത്യൻ ആർമിക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് അവിടെ പോയിട്ട് പാകിസ്ഥാനെ ഉപദേശിക്കാനല്ല. നമ്മുടെ രാജ്യത്ത് കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ കയറി അടിച്ചിരിക്കും. ഇന്ത്യൻ ആർമി അടിച്ചിരിക്കും, ഉറപ്പായിട്ടും അടിച്ചിരിക്കും. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. കറാച്ചിയിലടക്കം പോയിട്ട് അടിച്ച അവന്മാർ നിരപ്പാക്കി വിട്ടിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സമാധാനം നമുക്ക് വേണം. പക്ഷേ നമ്മൾ എപ്പോഴും കണ്ണടച്ചിരിക്കില്ല. ഭൂമിയോളം താഴാം, ഭൂമി കഴിഞ്ഞും താഴാൻ നിൽക്കല്. അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ചവിട്ടി പാതാളത്തിലേക്ക് താത്തിരിക്കും. നമ്മൾ അടിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് അടി കൊടുത്തിരിക്കണം. നമ്മൾ സമാധാനം ആഗ്രഹിച്ച് നമ്മുടെ രാജ്യവും നമ്മുടെ സുരക്ഷയും നോക്കി മര്യാദയ്ക്ക് ജീവിച്ചു പോകുമായിരുന്നു.
അപ്പോൾ ഓരോ തവണയും അതിൻ്റെ ഇടയ്ക്കേക്ക് കയറി പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ കാണിക്കുന്നത് ഇവന്മാർ തന്നെയാണ്. അപ്പോൾ ഇവന്മാരോടൊന്നും സമാധാനത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വന്നോടം വരെ നമ്മൾ മിണ്ടാണ്ടിരിക്കും. കാരണം വല്ലവർക്കും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നാ, നമ്മൾ നോക്കുമ്പോൾ എന്നാ വല്ലവർക്കും അവൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവനെ കൊന്നു ഇവനെ കൊന്നു, നമുക്കൊന്നുമില്ല. നമ്മൾ മിണ്ടാണ്ട് എല്ലാം കണ്ട് വല്ലൊരു സ്റ്റോറി ഇടുന്നതും കണ്ട് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് കമൻറ്റും ഇട്ട് ലൈക്കും കൊടുത്തങ്ങ് പോവും. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ വന്നോടം വരെ ഇതുള്ളൂ. മനസ്സിലായോ? നമ്മുടെ കുടുംബത്തിൽ വന്നോടം വരെ മാത്രമേ ഇതുള്ളൂ. ആ സമയത്ത് നമ്മൾ പറയും, നമ്മുടെ കുടുംബത്തിൽ വന്നതല്ലേ, എന്നാൽ പിന്നെ ഇവന്മാരെ അടിക്കാം, ഇവന്മാരെ എന്തായാലും കൊന്നേക്കാം തട്ടിയേക്കാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ നമ്മുടെ കുടുംബമാണ്. അതിലെ ഏതെങ്കിലും ഒരൊറ്റ പൗരനെ കൊണ്ടാൽ പോലും അത് നമ്മൾ ഓരോരുത്തർക്കും കൊള്ളുന്നതാണ്. മോദിയുടെ അടുത്ത് പോയി പറയാൻ ഇവന്മാർ പറഞ്ഞു സ്ത്രീകളോട്. അതേ സ്ത്രീകൾ തന്നെ മോദിയുടെ അടുത്ത് പോയി പറയുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ വഴി മോദി എല്ലാത്തിനും തട്ടുകയും ചെയ്തു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ ആർമിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി അവിടെ ബോർഡറിൽ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി കാവലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് ഒന്നും അറിയാണ്ട് ആരെയും പേടിക്കാണ്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. ഏത് സമയത്ത് ഉണ്ടാകാവുന്ന കനത്ത തിരിച്ചടികളെ പ്രതിരോധിക്കാനും സർവനാശം വിതയ്ക്കാനുമാണ് ഇന്ത്യൻ ആർമി ട്രെയിനിങ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും സുഖമായിട്ട് ഇവിടെ ജീവിച്ചു പോരുന്നത് ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം സോഷ്യൽ മീഡിയ വഴി ഇന്ത്യയുടെ രഹസ്യ നീക്കങ്ങൾ എന്താണ് കാര്യങ്ങൾ ഒന്നും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നമ്മളതൊന്നും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമുക്കറിയാം മീഡിയ വഴിയാണ് ഓരോ കാര്യങ്ങൾ ലീക്കാവുന്നത്. മീഡിയ വഴി ലൈവ് അപ്ഡേറ്റ്സ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് മാത്രമല്ല കിട്ടുന്നത്, അത് അങ്ങ് അവന്മാരുടെ അടുത്തും കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കി അവന്മാർക്ക് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഓരോ രഹസ്യ നീക്കങ്ങളും നമ്മൾ രഹസ്യമായിട്ട് തന്നെ വെക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇത് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനമായിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യണത്. നമ്മൾ പക്ഷേ അഭിമാനമായിട്ട് ഓരോ മൂവ്സ് സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് അവന്മാർക്കൂടെ ആക്സസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മളത് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ S-400 സുദർശൻ ചക്ര റഷ്യയിൽ നിന്നും ഇറക്കിയിട്ടുള്ള 45,000 കോടി രൂപ മുടക്കി റഷ്യയിൽ നിന്നും 5 യൂണിറ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഈ S-400 സുദർശൻ ചക്ര ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. പാകിസ്ഥാൻ 15 മിലിറ്ററി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആകാശ ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഈ S-400 വെച്ച് ആകാശത്ത് വെച്ച് തന്നെ എല്ലാത്തിനും തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സംഹാര താണ്ഡവാർന്നതെന്ന് നമുക്ക് പറയാം. ഒരെണ്ണം പോലും നമ്മുടെ ഭൂമിയിൽ വീണില്ല. നമ്മുടെ ഒറ്റ മിലിറ്ററി ക്യാമ്പിലോ ഒറ്റ ബേസിലോ ഒരെണ്ണം പോലും വീണിട്ടില്ല. എല്ലാത്തിനെയും നല്ല എഫിഷ്യൻറ്റോട് കൂടി ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ ആർമി തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ 2-3 ദിവസമായിട്ട് നമുക്ക് നോക്കി കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. INS വിക്രാന്ത് ആയാലും S-400 ആയാലും എല്ലാം കൂടി 3 പേരും, ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും 3ഉം കൂടെ ഒരു തുല്യ ശക്തിയായിട്ട് കയറി അടിക്കും ഇത് പാകിസ്ഥാനെ. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളിവിടെ അവർ നോക്കുമ്പോൾ നമ്മളിവിടെ മോക്ക് ഡ്രില്ലിന് വേണ്ടി അനൗൺസ് ചെയ്തു. അപ്പോൾ അവർ ആയിരിക്കും മോക്ക് ഡ്രില്ല് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആക്രമണം എന്ന്. ഇവിടെ മോക്ക് ഡ്രില്ല് നടക്കുമ്പോൾ അതേ ടൈമിലാണ് അവിടെ അടി, രണ്ടും ഒരു ടൈമിൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ 3 യുദ്ധവിമാനങ്ങളാണ് അടിച്ച് തകർത്ത് കളഞ്ഞേക്കണേ. അവിടെ റൊട്ടിക്ക് കുഴയ്ക്കാൻ വെള്ളമില്ലെങ്കിലും ഇവന്മാരുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ കാണിക്കുന്ന ഈ തന്തയില്ലായ്മ തരത്തിന് അനുഭവിക്കുന്നത് അവിടുത്തെ പാവം ജനങ്ങൾ കൂടെയാണ്. പാവം ജനങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തീരുമാനങ്ങൾ എടുക്കുന്ന ഇവരാണ് ഇന്ത്യക്കെതിരെ ഓരോ മൂവ്സ് നടത്തുന്നത്. അവർക്ക് ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് അവിടുത്തെ സ്ത്രീകളും കുട്ടികളും തെറ്റ് ചെയ്യാത്ത മനുഷ്യരും ആണ് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാൻ പറ്റത്തില്ല ഇവന്മാരുടെ നല്ല ഏതാ ചീത്ത ഏതാ. പക്ഷേ നമ്മൾ അവിടുത്തെ സിവിലിയൻസിനെ അടിക്കാണ്ട് നമ്മൾ മാക്സിമം ഇവരുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ നോക്കിയാണ് അടിച്ചത്. നമുക്കും വേണേൽ ഇവന്മാർ ചെയ്യണ പോലെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്തില്ല. അതാണ് ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള വ്യത്യാസം. ഈ കഴിഞ്ഞ ദിവസത്തെ ഓരോ ന്യൂസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. UN ഒക്കെ പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം വേണ്ട, സമാധാനം നിലനിർത്തണമെന്ന്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ അത് എന്തായാലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി നല്ല കനത്തിൽ കൊടുത്തിരിക്കും. ഈ കയറി അടിച്ചവന്മാരെല്ലാം ഇന്ത്യക്ക് വേണം. ഇന്ത്യ അവന്മാരെ എന്തായാലും പൂട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ അറിവുകൾക്കും കൂടുതൽ അപ്ഡേറ്റ്സിനുമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.